ദ ഹിന്ദുവിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് CPIM MLA മകൻ എന്ന് സൂചന. ഏജൻസിയുമായി ബന്ധപ്പെട്ട 2 പേർ ഒപ്പമുണ്ടായിരുന്നുവെന്ന് ദ ഹിന്ദു വിശദീകരിച്ചിരുന്നു. ഒരാൾ PR ഏജൻസി CEO വിനീത് ഹാണ്ടയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. രണ്ടാമത്തെയാൾ മുൻ MLA മകൻ എന്നാണ് സൂചന. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, ഈ രണ്ടാമനെ പറ്റി അറിയുന്ന വിവരങ്ങൾ എന്തൊക്കെ? വേണു, ഇക്കാര്യത്തിൽ നമുക്ക് സ്ഥിരീകരിച്ചോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടോ പറയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരം ആ വിവരം ഏതാണ്ട് നമ്മളുടെ അന്വേഷണത്തിൽ സത്യമാണെന്ന് തെളിഞ്ഞിട്ടുമുണ്ട്. അതായത് ഒരു മുൻ CPM MLA ആലപ്പുഴ ജില്ലയിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മുൻപ് CPM-ന്റെ MLA ആയിരുന്ന ഒരാളുടെ മകൻ, അദ്ദേഹം ഇപ്പോൾ ഈ ഡൽഹി കേന്ദ്രീകരിച്ച് കോർപ്പറേറ്റ് സ്ട്രാറ്റജിസ്റ്റ്, അതിനപ്പുറത്തേക്ക് രാജ്യത്തെ പ്രധാനപ്പെട്ട ഗ്രൂപ്പായ വ്യവസായ ഗ്രൂപ്പായ റിലയൻസ് ഗ്രൂപ്പിൽ ജോലി ചെയ്യുകയാണ്. ഇത് ഹിന്ദുവിന്റെ അഭിമുഖം, അത് ശോഭന എന്ന മാധ്യമ പ്രവർത്തക അവർക്ക് സമയം അനുവദിച്ച സമയത്ത് മുഖ്യമന്ത്രിക്കൊപ്പമുള്ള മുറിയിൽ ഈ മുൻ MLA മകനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ ഹിന്ദു വിശദീകരിച്ചത് പ്രകാരം അഭിമുഖം നടക്കുമ്പോൾ 2 പേർ അവർക്കൊപ്പം ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അതിലൊന്ന് കൈസൺ ഗ്രൂപ്പിന്റെ പ്രതിനിധികളെന്നാണ് 2 പേരും വിശേഷിപ്പിച്ചിരുന്നതെന്നും ഹിന്ദു പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആൾ ഈ കൈസൺ PR ഏജൻസിയുടെ CEO ആയിട്ടുള്ള വിനീത് ഹാണ്ടയാണ് എന്നുള്ള വിവരം നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. രണ്ടാമനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പേര് സംബന്ധിച്ച് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. അത് സുബ്രഹ്മണ്യനാണ്, അതേപോലെ തന്നെ സുബ്ബുദേവാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ വളരെ സ്ഥിരീകരിച്ച ഒരു കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ ഈ കേട്ട പേരുകൾ അതൊരു മുൻ CPM MLA മകനാണ്. അദ്ദേഹം ഈ അഭിമുഖം നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കൊപ്പം ആ മുറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി നമുക്കിപ്പോൾ ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവ് അടക്കം ചോദിച്ചതുപോലെ ആരുടെ നിർദ്ദേശപ്രകാരം ആരുടെ അജണ്ടയാണ് മലപ്പുറം വിരുദ്ധ പരാമർശം അത് ഈ ഹിന്ദു അഭിമുഖത്തിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതിൽ ഹിന്ദു തന്നെ വിശദീകരിച്ച ഒരു കാര്യം, ഈ PR ഏജൻസി മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ കണ്ടന്റ് എന്ന പേരിൽ തങ്ങൾക്ക് നൽകിയ വിവരമാണ് തങ്ങൾ ഉൾപ്പെടുത്തിയത്. അത് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റാതെ അവരുടെ ജേർണലിസ്റ്റിക് എററാണ് എന്നവർ പറയുമ്പോൾ പോലും ഈ PR ഏജൻസി ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് അത്തരമൊരു കാര്യം എഴുതി ചേർത്തത്, അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അവർ താല്പര്യം പ്രകടിപ്പിച്ചത് എന്നുള്ള ചോദ്യം അതിങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ആ ചോദ്യം തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത്. സ്വാഭാവികമായും അതിന് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മറുപടി നൽകേണ്ടി വരും. നമ്മളിപ്പോൾ അന്വേഷിച്ച വിവരമനുസരിച്ച് ഈ മുൻ CPM MLA മകൻ, അദ്ദേഹം മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു PR ഏജൻസിയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം അദ്ദേഹം റിലയൻസ് ഗ്രൂപ്പിലേക്ക് മാറിയതാണ് എന്നുള്ള വിവരം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയെ പോയി കാണാറുണ്ട്. അങ്ങനെ ഒരു കൂടിക്കാഴ്ചയാണ് അദ്ദേഹം നടത്തിയതെന്ന് അദ്ദേഹത്തിന്റെ ചില അടുത്ത കേന്ദ്രങ്ങളോട് ഇതിനോടകം തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ക്ലാരിറ്റി വരുത്തേണ്ടത് അദ്ദേഹം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ ഈ മുൻ CPM MLA മകൻ ഡൽഹിയിലെ അഭിമുഖ സമയത്ത് മുഖ്യമന്ത്രി ഹിന്ദുവിന് കൊടുത്ത അഭിമുഖ സമയത്ത് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ഉറപ്പിക്കുന്നു. അദ്ദേഹത്തിന് കൈസനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ള കാര്യം ഒന്നുകിൽ കൈസൻ അറിയിക്കണം, അല്ലെങ്കിൽ കൈസൻ വിശദീകരിക്കണം, അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെ വിശദീകരിക്കണം എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം. വേണു, ശരി. വിനീത വിജിയും ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീത, ഈ കൈസൺ എന്ന PR ഏജൻസി അനൌദ്യോഗികമായി നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, നമ്മൾ ഇന്നലെ തന്നെ ഈ കേസിലെ PR ഏജൻസിയിലെ അധികൃതരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് പല വിങ്ങുകളായാണ് ഇവർ ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിൽ ഈ സുബ്ബു എന്ന സുബ്രഹ്മണ്യനാണ് ഈ മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നോക്കി നടത്തിയതെന്നും അദ്ദേഹവുമായി നിങ്ങൾ സംസാരിക്കൂ എന്നുമാണ് അവിടുത്തെ ജീവനക്കാരി അറിയിച്ചിരുന്നത്. തുടർന്ന് നമ്മൾ ഈ സുബ്രഹ്മണ്യനെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മളോട് പറയുകയും ചെയ്തു. അദ്ദേഹം സുബ്രഹ്മണ്യനാണെന്ന് സമ്മതിച്ചു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പക്ഷേ ഈ കേസിൽ എന്ന സ്ഥാപനവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല, ഈ അഭിമുഖവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നമ്മൾ ഈ പ്രതികരണം സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വീണ്ടും അദ്ദേഹത്തെ നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം പിന്നീട് ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ ഇടനില നിന്നിരുന്നതും ഒപ്പം തന്നെ ഈ അഭിമുഖത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു നൽകിയിരുന്നതും ഇതിനാവശ്യമായിട്ടുള്ള കോർഡിനേഷൻ നൽകിയതുമൊക്കെ ഈ സുബ്ബു എന്ന സുബ്രഹ്മണ്യം എന്ന് തന്നെയാണ് ആ PR ഏജൻസി വ്യക്തമാക്കുന്നത്. ഈ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തി വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ സുബ്രഹ്മണ്യനാണ് ഈ ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തത്. ഈ ഹിന്ദുവുമായി സംസാരിച്ച 2 PR ഏജൻസിയിലെ 2 പ്രതിനിധികൾ ഈ ഹിന്ദുവിലെ അധികൃതരുമായി സംസാരിച്ചിരുന്നു. ഈ പ്രതിനിധികളിൽ ഒരാൾ ഈ സുബ്രഹ്മണ്യനാണെന്നാണ് PR ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വിവാദങ്ങൾ വന്നതിന് പിന്നാലെയാകാം ഒരുപക്ഷെ അത്തരം ആരോപണങ്ങളെല്ലാം അദ്ദേഹം തള്ളുന്നൊരു പശ്ചാത്തലമാണ് നിലവിലുണ്ടായിരുന്നത്. ഈ PR ഏജൻസിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ
ഈ അഭിമുഖത്തെ സംബന്ധിച്ചോ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും തന്നെ തനിക്ക് അറിവില്ല എന്നും തനിക്ക് ഈ PR ഏജൻസിയുമായി യാതൊരു ബന്ധവുമില്ല എന്നും തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ ഈ കേരള ഹൗസിൽ ഈ ഇന്റർവ്യൂ നടക്കുന്ന ഈ അഭിമുഖം നടക്കുന്ന സമയത്തും ഈ PR ഏജൻസിയിലെ 2 പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ ഈ PR ഏജൻസിയുടെ സിഇഒയായ വിനീത് ഹണ്ടയാണ് അവിടെ ഉണ്ടായിരുന്നത്. മറ്റൊരാൾ സുബു ഉണ്ടായിരുന്നതായും ഒരു സംശയം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സുബു ഈ അഭിമുഖം നടക്കുന്ന സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പ്രാഥമികമായും ലഭ്യമാകുന്ന വിവരം. വേണു, വിനിത, ഈ ജീവനക്കാരി പറയുന്നത് സുബ്ബു ഈ അഭിമുഖം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണോ? രണ്ടാമതായി, ഈ ജീവനക്കാരി മുൻപ് ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ ഇത്തരം PR പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറായിരുന്നോ? തീർച്ചയായും വേണു, ഈ അഭിമുഖം നടക്കുന്ന സമയത്തും ഈ സുബ്രഹ്മണ്യൻ അവിടെ ഉണ്ടായിരുന്നു. ഈ അഭിമുഖം നടക്കുന്ന സമയത്ത്, അതായത് ഈ മാധ്യമപ്രവർത്തക മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടക്കുന്ന സമയത്ത്, അഭിമുഖം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് PR ഏജൻസിയിലെ 2 പ്രതിനിധികൾ തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് മാധ്യമപ്രവർത്തക തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ മാധ്യമ സ്ഥാപനവും അത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 2 പേരിൽ ഒരാൾ ഈ കമ്പനിയുടെ സിഇഒയായ വിനീത് ഹണ്ടയാണ്, മറ്റൊരാൾ ഈ സുബു എന്ന സുബ്രഹ്മണ്യനാണ്. അതായത് ഈ നേരത്തെ വേണു സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് വരികയാണ് എങ്കിൽ ഈ സ്ഥാപനം തന്നെ, ഈ PR ഏജൻസി തന്നെ വ്യക്തമാക്കുന്നുണ്ട്, പല ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഇത്തരം PR പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നത്. അതിൽ ഈ സുബു എന്ന സുബ്രഹ്മണ്യനാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഈ അഭിമുഖം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളെല്ലാം കോർഡിനേഷൻ ചെയ്ത് നൽകിയത് സുബ്രഹ്മണ്യനാണ്. അതുകൊണ്ട് നിങ്ങൾ സുബ്രഹ്മണ്യനുമായി സംസാരിക്കുമെന്നാണ് നമ്മളോട് അവർ വ്യക്തമാക്കിയത്. തുടർന്നാണ് നമ്മൾ ഈ സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ടത്. ഫോണിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ താൻ ഈ കേസിൽ എന്ന PR ഏജൻസിയുടെ ഭാഗമേ അല്ല എന്നാണ് സുബ്രഹ്മണ്യൻ നൽകുന്ന വിശദീകരണം. ഒരുപക്ഷെ ഇത്തരം വിവാദങ്ങൾ വന്നതിന് പിന്നാലെ അദ്ദേഹം അത്തരത്തിലേക്ക് ഒരു പ്രതികരണത്തിലേക്ക് എത്തിയതുമാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷെ പിന്നീട് ഈ ഫോൺ ഓണാക്കാനോ ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളോട് പോലും സംസാരിക്കാനോ ഒന്നും തന്നെ സുബ്രഹ്മണ്യൻ തയ്യാറായിട്ടും ഉണ്ടായിരുന്നില്ല. ഈ കേരള ഹൗസിൽ അഭിമുഖം നടക്കുന്ന വേളയിലും ഈ പ്രതിനിധി, ഈ സുബ്രഹ്മണ്യൻ ഈ കേസിന്റെ പ്രതിനിധിയായി തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കമ്പനി സിഇഒയും സുബ്രഹ്മണ്യനൊപ്പം ഉണ്ടായിരുന്നു. ഇതിന് ആവശ്യമായിട്ടുള്ള സ്ഥിരീകരണങ്ങളടക്കം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ട്. വേണു, ശരി, ഷഫീദ് റാവുത്തറും തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഷഫീദ്, ഈ സുബ്രഹ്മണ്യൻ ഒരുപക്ഷെ സാങ്കേതികമായി കെയ്സൺ എന്ന PR ഏജൻസിയുമായി ബന്ധമുണ്ടാകില്ല. പക്ഷെ മുഖ്യമന്ത്രി നടത്തുന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഉണ്ടാവുക, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വരുന്ന രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ വിശദാംശങ്ങളും വരുമ്പോൾ ഇത് സുബ്രഹ്മണ്യൻ്റെ അറിവോടെയാണ്, കെയ്സണുമായി നേരിട്ട് ബന്ധമില്ല എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം തീരുന്നില്ല എന്നല്ലേ കരുതേണ്ടത്? വേണു, ഉറപ്പായിട്ടും. കാരണം വേണു, നമുക്ക് നമ്മൾ നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ ഈ കറസ്പോണ്ടൻസിനെ അതല്ലെങ്കിൽ ഈ വെക്കുന്നത് പോലെ തന്നെ ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് PR ഏജൻസികൾ അവരുടെ ഓരോ സംസ്ഥാനങ്ങൾ, ഓരോ സ്റ്റേറ്റ് അടക്കം നോക്കാൻ, അവിടുത്തെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ നോക്കാൻ അവരുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കറസ്പോണ്ടൻസിനൊക്കെ സാധാരണഗതിയിൽ വെക്കാറുണ്ട്. അവരൊന്നും ആ ഏജൻസിയുമായി സ്ഥിരമായ ബന്ധമുള്ള ആളുകളായിരിക്കില്ല. പ്രത്യേകിച്ച് ഈ പ്രശാന്ത് കിഷോറിന്റെ കമ്പനിയായിട്ടുള്ള ഐപാക്കിലൊക്കെ അങ്ങനെ നിരവധി ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ആ രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ സുബ്രഹ്മണ്യൻ അഥവാ സുബ്ബുദേവ, ഇദ്ദേഹം കേസിനുമായി നേരിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കണ്ട. പക്ഷേ ഡൽഹിയിലേക്ക് എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈസൺ എന്ന് പറയപ്പെടുന്ന PR ഏജൻസിയെ കണക്ട് ചെയ്ത് കൊടുത്തതോ അതല്ലെങ്കിൽ കേരളത്തിലെ PRD കൈസൺ എന്ന് പറയപ്പെടുന്ന PR ഏജൻസിയെ കണക്ട് ചെയ്യാൻ സുബ്രഹ്മണ്യനെ, നിലവിൽ ഇപ്പോൾ നമുക്ക് ആ പേര് സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല, പക്ഷേ ആ സുബ്രഹ്മണ്യനെ കണക്ട് ചെയ്തതാകാം. അതിൽ സാങ്കേതികമായ പ്രശ്നങ്ങളൊന്നുമില്ല, അതിനകത്ത് വലിയ അത്ഭുതപ്പെടാൻ കാര്യമുണ്ടെന്നും തോന്നുന്നില്ല. അതേസമയം രണ്ടാമത്തെ കാര്യത്തിലാണ് നമുക്കിപ്പോഴും കൺഫ്യൂഷനുകൾ ഉള്ളത്. അതിൽ വേണു സൂചിപ്പിച്ച കാര്യമാണ്, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആ വിവാദമായിട്ടുള്ള കണ്ടന്റ് അത് ദ ഹിന്ദു പത്രത്തിന്റെ അഭിമുഖത്തിൽ, മുഖ്യമന്ത്രിയുമായിട്ടുള്ള അഭിമുഖത്തിൽ കൂട്ടിച്ചേർക്കാൻ, ആഡ് ഓൺ ചെയ്യാൻ നിർദ്ദേശം നൽകിയത് ആര്? അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ അജണ്ടയുണ്ടോ എന്നുള്ള കാര്യമാണ് സ്വാഭാവികമായും ഇനി നമ്മൾ നോക്കിക്കാണുന്ന ഒരു കാര്യം, അതല്ലെങ്കിൽ ഏറ്റവും കൗതുകത്തോടെ നമ്മൾ നോക്കിക്കാണുന്ന കാര്യം. കാരണം അതൊരു ചെറിയ പ്രസ്താവനയായിരുന്നില്ല, അത് കേരളത്തിൽ ഉണ്ടാക്കിയ അലയൊലികളും വിവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അലയൊലികൾ പൂർണ്ണമായും ഇപ്പോഴും അടങ്ങിയിട്ടുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ CPM-ന്റെ, നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞാൽ CPIM-ന്റെ മുൻ MLA, അതായത് മുൻ ഹരിപ്പാട് MLA ആയിട്ടുള്ള TK ദേവകുമാറിന്റെ മകൻ സുബ്ബുദേവ് എന്നയാൾ, അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആ പേരാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം നിലവിൽ ഇപ്പോൾ മുൻപ് ഐപാക് എന്ന് പറയപ്പെടുന്ന പ്രശാന്ത് കിഷോറിന്റെ ഏജൻസിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം റിലയൻസിന്റെ വിഭാഗത്തിലേക്ക്, റിലയൻസ് ഗ്രൂപ്പ്സിലേക്ക് അദ്ദേഹത്തിന്റെ ജോലി മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമുക്ക് ലഭിക്കുന്ന സൂചന പ്രകാരം ഒരു മുൻ CPM MLA-യുടെ മകൻ ആ സമയത്തുണ്ടായിരുന്നു. നമ്മൾ ഈ സുബ്ബുദേവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി
തേടിയപ്പോൾ അവർ പറഞ്ഞത് കൈസൺ എന്ന് പറയപ്പെടുന്ന ഗ്രൂപ്പുമായി സുബ്ബുദേവിന് യാതൊരു ബന്ധവുമില്ല. പക്ഷേ സുബ്ബുദേവ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകുമ്പോൾ അദ്ദേഹം അവിടേക്ക് പോയി കാണാറുണ്ട്. അങ്ങനെ ഈ അഭിമുഖം നടക്കുന്ന ദിവസവും അദ്ദേഹം പതിവ് രീതി എന്നാണ് അവർ പറയുന്നത്, പതിവ് പോലെ മുഖ്യമന്ത്രിയുമായുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ കാണാൻ പോയിരുന്നു. അഭിമുഖം ശോഭന എന്ന മാധ്യമപ്രവർത്തക ഹിന്ദുവിന് വേണ്ടി എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഹിന്ദു പത്രം വിശദീകരിച്ച കൈസൺ എന്ന് പറയപ്പെടുന്ന പി ആർ ഏജൻസിയെ പ്രതിനിധീകരിച്ച് വന്ന 2 പേരിൽ ഒരാൾ ഈ സുബ്രഹ്മണ്യൻ എന്ന് അവർ തന്നെ പറയുന്ന കൈസൺ തന്നെ പറയുന്ന സുബ്രഹ്മണ്യം, അത് സുബ്ബുദേവ് ആണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത്. അതിലൊരു ക്ലാരിറ്റി വരുത്താതെ കൈസൺ എന്ന് പറയപ്പെടുന്ന PR ഏജൻസി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം നമ്മൾ ഈ കൈസനുമായി പല വിധത്തിൽ കൈസനുമായി ബന്ധപ്പെട്ട ആളുകളടക്കം നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ അവരൊക്കെ പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ്, മുൻപ് വിനീത സൂചിപ്പിച്ചത് അവരുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് നോക്കുന്നത് സുബ്രഹ്മണ്യം എന്ന് പറയപ്പെടുന്നയാളാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ ഇക്കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരുത്താം. പക്ഷേ അദ്ദേഹവുമായി നമുക്ക് നേരിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ അതേസമയം നമ്മൾ ഈ പറയുന്ന സോക്കോൾഡ് സുബ്ബുദേവ് എന്ന് പറയപ്പെടുന്നയാളുമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പലർക്കും നൽകിയ മറുപടികളിൽ ഒന്ന്, അദ്ദേഹത്തിന് ഈ പറയുന്ന സ്ഥാപനവുമായി, അത് ഈ പറയുന്ന PR ഏജൻസിയുമായി ബന്ധമില്ല. പക്ഷേ അഭിമുഖം നടക്കുന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു, ആ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു, അദ്ദേഹം ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ 2 കാര്യങ്ങളിലെ ഈ കോൺഫ്ലിക്റ്റുകൾ തീർത്താൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു കാര്യത്തിൽ ആരാണ് ഒപ്പമുണ്ടായിരുന്ന, ഒന്ന് കൈസന്റെ CEO ആണ്, രണ്ടാമത്തേത് ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരും. ഇനി നമുക്കറിയേണ്ടത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വിധത്തിൽ ആ വിവാദ കണ്ടന്റ് കൂട്ടിച്ചേർത്തത്, അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിവുണ്ടോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ? ഈ 2 കാര്യങ്ങളിൽ മാത്രമേ ഇനി ഈ വിഷയത്തിൽ ഒരു വ്യക്തതയ്ക്ക് വശമുള്ളൂ, അല്ലെങ്കിൽ വ്യക്തത ആവശ്യമുള്ളൂ. വേണു, ശരി. അഭിമുഖ വിവാദത്തിൽ PR ഏജൻസിയായ കെയ്സൺ നൽകുന്ന വിശദീകരണത്തിൽ അവ്യക്തത തുടരുകയാണ്. വിനീത വിജിയും ഷഫീദ് റാവുത്തറുമാണ് വിവരങ്ങൾ നൽകി.